ഈ ഗസയിൽ പ്രശ്നമൊക്കെ വഷളായതോടുകൂടി ഈ ഹമാസ് നേതാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. POKയിൽ ഹമാസിൻ്റെ സാന്നിധ്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ കേൾക്കുന്നത് പാകിസ്ഥാൻ പഞ്ചാബിൽ വീണ്ടും ഹമാസ് എത്തിയിരിക്കുന്നു. എത്തിയെന്ന് മാത്രമല്ല, അവിടുത്തെ ലഷ്കർ-ഇ-തോയ്ബയുടെ ക്യാമ്പിൽ അതിഥിയായിട്ട് എത്തുന്നു. ഇതത്ര ഗുണകരമായൊരു കാര്യമാണോ? ഇപ്പോൾ ലഷ്കർ-ഇ-തയ്ബ ക്യാമ്പിൽ മുഖ്യാതിഥിയായിട്ടൊരു ചടങ്ങിൽ പാകിസ്ഥാൻ പഞ്ചാബിലെ ഗുജ്റൻവാലയിൽ നജി സഹർ എന്ന് പറഞ്ഞ ഹമാസ് നേതാവ് എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇത് ഹമാസിൻ്റെ നേതാവ് ഖാലിദ് മഷാൽ, ഇപ്പോൾ രാഷ്ട്രീയ വിഭാഗം മേധാവി ഖാലിദ് മഷാലിൻ്റെ പ്രതിനിധി ആയിട്ടാണ് ലഷ്കർ-ഇ-തയ്ബ ക്യാമ്പിൽ ഹമാസിൻ്റെ നേതാവ് നജി സഹർ എത്തിയിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ജെയ്ഷെ മുഹമ്മദ് ആയി ബന്ധപ്പെട്ട ചടങ്ങിലാണ് POKയിൽ ഹമാസ് നേതാവ് വന്നിരുന്നതായിട്ട് നമ്മൾ ചർച്ചയൊക്കെ ചെയ്തിരുന്നത്. ഫെബ്രുവരിയിലാണ് അത് വന്നിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടിലും ഈ POKയിലൊക്കെ ഹമാസ് നേതാവ് എത്തിയ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ഏപ്രിലിൽ ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ ബാർ അസോസിയേഷൻ്റെ യോഗത്തിൽ ഒരു ഹമാസ് നേതാവ് വന്നിരുന്നു. അപ്പോൾ ഹമാസ് നേതാക്കൾ പല സ്ഥലത്ത് പാകിസ്ഥാനിൽ ഒരു 3 സ്ഥലത്തെങ്കിലും കുറഞ്ഞത് എത്തിയതായിട്ട് നമുക്ക് ചർച്ചകളിൽ നിന്നറിയാം. ISI, അതായത് പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ്, പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ചാരസംഘടന ഹമാസിന് പരിശീലനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസ് നേതാക്കളെ അവിടെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും സംഘമായിട്ടൊക്കെ കാണുന്നത്. 2024 ലഷ്കർ കമാൻഡർ അബു മൂസയുടെ ഒരു വീഡിയോ വന്നിരുന്നു. അത് പഹൽഗാമിന് മുമ്പ് ഉള്ള ഒരു റിവ്യൂ, അവലോകനം എന്നുള്ള നിലയ്ക്കാണ് വന്നിരുന്നത്. അതിൽ ഈ അബു മൂസ, ലഷ്കർ കമാൻഡർ പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് ഗസയും കശ്മീരും ഒരുപോലെയാണ് എന്ന് അബു മൂസ അന്ന് പറഞ്ഞിരുന്നു. ഇതിന് പരിഹാരം, കശ്മീരിലും ഗാസയിലും പരിഹാരം ഒന്നേ ഉള്ളൂ, ജിഹാദ് എന്ന് ഈ ലഷ്കർ കമാൻഡർ അബു മൂസ പ്രസംഗിച്ച വീഡിയോ വളരെ വൈറലായിട്ട് വന്നിരുന്നു. ഞങ്ങൾക്ക് പിച്ചയല്ല വേണ്ടത്, സ്വാതന്ത്ര്യമാണ് എന്ന് അയാൾ ആ വീഡിയോയിൽ പറയുന്നതായിട്ട് കാണാം. പലസ്തീൻ, കശ്മീർ എന്നിവയുടെ ശത്രുക്കൾ ഞങ്ങളുടെയും ശത്രുക്കളാണ്. ഞങ്ങൾ ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുന്ന സമയത്ത് കശ്മീരിലും ഭരണകൂടത്തിനെ മുട്ടുകുത്തിക്കും എന്നും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരായ ഒരു ആഹ്വാനമായിരുന്നു ആ വീഡിയോ. അതായത് ഗസയെയും കശ്മീരിനെയും തുലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് വന്നിരുന്നത്. ഇപ്പോൾ ഈ ഗാസ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, 20 പരിപാടി ട്രംപിൻ്റെ. അതിൻ്റെ അകത്ത് 10,500 പാകിസ്ഥാൻ ഭടന്മാർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതായത് ഈ മാസം പോകണമല്ലോ. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹമാസ്, ഈ പാകിസ്ഥാന് അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കുറേ ഹമാസുകാരെ എടുത്തിട്ടേ അവരെയും കൂടി ചേർത്തൊരു സേനയെ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. പാകിസ്ഥാനിൽ നിന്ന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാമല്ലോ, പകുതിയായിട്ട് അങ്ങനെ വിടുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ കൊല്ലം ഫെബ്രുവരി 5-ാം തീയതിയാണ് ഇതിനു മുമ്പ് ഹമാസ് നേതാവിനെ കണ്ടത് POKയിൽ. അത് കശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞിട്ട്, കശ്മീർ ഐക്യദാർഢ്യ ദിനം. അന്ന് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ-ഇ-തയ്ബയുടെയും സംയുക്ത ചടങ്ങായിരുന്നു അത്. ഷഹീദ് ഷബീർ സ്റ്റേഡിയം, റാവൽകോട്ടിലെ, പാക് അധിനിവേശ കശ്മീരിലെ റാവൽകോട്ടിലുള്ള ഷഹീദ് ഷബീർ സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകളുണ്ടായിരുന്നു. തൽഹ സൈഫ്, ജെയ്ഷെ മുഹമ്മദ് ചീഫ് മസൂദ് അസറിൻ്റെ സഹോദരൻ തൽഹ സൈഫ് അവിടെ ഉണ്ടായിരുന്നു. നമ്മളത് അന്നത്തെ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. പിന്നെ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർ അസ്ഗർ ഖാൻ കശ്മീരി, മസൂദ് ഇല്യാസ് തുടങ്ങിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇറാനിലെ ഹമാസ് പ്രതിനിധി,
ഇറാനിലെ ഹമാസ് പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഗദൂമി ആണ് അവിടെ ഹമാസിനെ പ്രതിനിധീകരിച്ച് ഈ കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിലെ പരിപാടിയിൽ POKയിൽ റാവൽകോട്ടിലന്ന് പങ്കെടുത്തത്. ഇറാനാണല്ലോ പൈസ കൊടുക്കുന്നത് ഹമാസിന്. 3000 കോടി രൂപ ഒരു വർഷം കൊടുത്തിട്ടാണ് ഹമാസിനെ നടത്തിക്കൊണ്ടുപോകുന്നത് ഇസ്രായേലിനെതിരെ. അപ്പോൾ ഈ ഗദൂമി, അന്ന് അവിടെ വന്ന ഗദൂമി അത് കഴിഞ്ഞ് മൗലാന ഫസ്ലുർ റഹ്മാനുമായിട്ട് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ജമിയത്ത് ഉലമ ഇ ഇസ്ലാം ഫസൽ, അതായത് ജൂൾ എഫ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവാണ് ഫസ്ലുർ റഹ്മാൻ. അപ്പോൾ ഹമാസ് വീണ്ടും പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ ഹമാസിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഗസയിൽ അല്ലെങ്കിൽ പലസ്തീന് വലിയ നിലനിൽപ്പില്ല എന്നുള്ള ഒരു രീതി വന്നു. അന്ന് കേട്ടത് കുറേ നേതാക്കൾ തുർക്കിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ താമസിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പം ഈ പറയുന്ന ഖത്തർ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല. പിന്നെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്, പ്രത്യേകിച്ച് POK പോലുള്ള മേഖലകളിലൊക്കെ. അപ്പോൾ ഇവരവിടേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ഒരു ക്യാമ്പൊക്കെ രൂപീകരിച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം തള്ളിക്കളഞ്ഞുകൂടല്ലോ. ഞങ്ങൾ കുറേ പേര് എടുത്തോളാം എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞു. തുർക്കി വഴി കുറേ ഹമാസിന്റെ പടയാളികൾ പാകിസ്ഥാനിൽ എത്തിയെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ സൊമാലിയയിൽ നിന്ന് പിരിഞ്ഞ് സ്വാതന്ത്ര്യം നേടിയ സൊമാലിലാൻഡിനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യമായിട്ട് ഇസ്രായേൽ മാറി 2 ആഴ്ച മുമ്പ്. അപ്പോൾ സൊമാലിലാൻഡിലേക്ക് ഹമാസിന്റെ കുറേ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നാണ് പിന്നീട് കേട്ടത്. അതുപോലെ സുഡാനിൽ നിന്നുള്ള, തെക്കൻ സുഡാനിൽ നിന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കൊണ്ടുപോയി ഗസ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. സൊമാലിലാൻഡിൻ്റെ പ്രതിനിധികളും ഗസയിൽ എത്തിയതൊക്കെ ആയിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഉടനെ പോകേണ്ടത് പാകിസ്ഥാൻ്റെ സേന അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ട്. പാകിസ്ഥാൻ പക്ഷേ ഈ ഹമാസിൻ്റെ നേതാക്കൾ, ഹമാസിൻ്റെ പോരാളികളെ ഒക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ഭക്ഷണവും കഴിച്ചും മരുന്നുമൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹമാസിനെ പാകിസ്ഥാൻ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ വെറുതെ ഇരുത്താൻ വേണ്ടിയിട്ട് സ്വീകരിക്കുകയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്നുകിൽ പട്ടാളത്തിലേക്ക് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ പരിശീലനം കൊടുത്തിട്ട് അവരെ കശ്മീരിലേക്ക് വിടും. അതാണല്ലോ നുഴഞ്ഞുകയറ്റക്കാരായിട്ട് ഹമാസിൻ്റെ പോരാളികളെ. അതായത് ഈ പഹൽഗാം ആക്രമണമൊക്കെ നടന്നപ്പോൾ ഈ ഹമാസ് ഒക്ടോബർ 7 കയറിയില്ലേ ഇസ്രയേലിലേക്ക്, ആ ആക്രമണവുമായിട്ട് സമാനതകൾ പഹൽഗാം ആക്രമണത്തിന് ഉണ്ടായിരുന്നു എന്ന് അന്ന് റിപ്പോർട്ട് വന്നിരുന്നതാണ്. റിപ്പോർട്ട് വന്നത് മാത്രമല്ല, അന്ന് ഇസ്രയേലിലായ കുറച്ച് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരികയും അവിടെ വന്ന് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ പഹൽഗാം ആക്രമണം നടത്തിയിരുന്ന സമയത്ത് ഈ മോഡസ് ഓപ്പറാണ്ടി സെയിം ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് ഹമാസിൻ്റെ ഒരു ഹൈഡ് ഔട്ടായിട്ട് ആ മേഖല മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്നല്ലേ? അതെ, പഹൽഗാമിൽ നേരത്തെയും ഈ ലഷ്കർ തൈബയുടെയൊക്കെ ആക്രമണം നടന്നിട്ടുണ്ടല്ലോ. ആ ക്രിസ്ത്യൻ ഓസ്ട്രോമിനെയൊക്കെ കൊന്നില്ലേ എന്നാ, ശ്രീകൃഷ്ണപുരത്ത് കഥകളി പഠിക്കാൻ വന്നിരുന്ന ഓസ്ലോയിൽ നിന്ന്. അതെ, അപ്പോൾ ആ ഭാഗത്ത് ഇവരുടെയൊക്കെ സാന്നിധ്യം മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നിപ്പോൾ ഹമാസിൻ്റെ നേതാക്കൾ വരുമ്പോൾ അറിയാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഹമാസിൻ്റെ കൂടുതൽ സാന്നിധ്യം പാകിസ്ഥാനിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ ഈ ചാവേറുകളായിട്ട് ISI ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.